നമസ്കാരം. ഇറാന്റെ അടുത്ത കരുത്തനായ ലോകം കാണുന്ന മുസ്തഫ ഖമേനി മരണത്തെ വെട്ടിച്ച് ജീവിതത്തിലേക്ക് എത്തിയത് അല്ലെങ്കിൽ നടന്നു കയറിയത് കേവലം സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ്. മിസൈലുകൾ ആ കെട്ടിടത്തെ തകർക്കുന്നതിന് നിമിഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം പുറത്തേക്ക് നടന്നത്. ഇത് വെറുമൊരു ഭാഗ്യമല്ല, മറിച്ച് ഇറാന്റെ പോരാട്ട വീര്യം ഇനിയും അവസാനിച്ചിട്ടില്ല എന്നതിന്റെ കൃത്യമായ സൂചന കൂടിയാണ്. ഈ അത്ഭുത രക്ഷപ്പെടലും അതിനു പിന്നാലെ പുറത്തു വന്ന ഓഡിയോ വെളിപ്പെടുത്തലുകളും പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ കളികൾ ഇനിയും മാറ്റിമറിക്കപ്പെടും എന്നാണ്. ശനിയാഴ്ച, അതായത് ഫെബ്രുവരി 28-ന് രാവിലെ മുസ്തഫ ഖമേനി തന്റെ പിതാവായ അലി ഖമേനിയോടൊപ്പം കൊട്ടാര സമുച്ചയത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. ആ സമയത്തേക്ക് പുറത്തു പോകേണ്ട സാഹചര്യം ഉണ്ടായതോടെ അദ്ദേഹം കെട്ടിടത്തിൽ നിന്ന് മാറി നിന്നു. പിന്നീട് പുറത്തു വന്നതായി പറയപ്പെടുന്ന ഒരു ചോർന്ന വീഡിയോ സംഭാഷണം അന്നത്തെ സംഭവ വികാസങ്ങളെ കുറിച്ചുള്ള വിശദാംശങ്ങൾ വ്യക്തമാക്കുന്നു. ആ ഓഡിയോയിൽ പറയുന്നതനുസരിച്ച് മുജ്തബ ഖമേനി മുറ്റത്തേക്ക് പോയതിന് പിന്നാലെ കെട്ടിടം ലക്ഷ്യം വെച്ച് ശക്തമായ മിസൈൽ ആക്രമണം നടന്നു എന്നായിരുന്നു. മാർച്ച് 12-ന് നടന്നതായി പറയപ്പെടുന്ന ഒരു സ്വകാര്യ യോഗത്തിൽ നിന്നാണ് ഈ ഓഡിയോ പുറത്തെത്തിയത്. എന്തായാലും ഈ ഞെട്ടിക്കുന്ന വിവരം, ആ യോഗത്തിൽ ഖമേനിയുടെ ഓഫീസിലെ പ്രോട്ടോകോൾ വിഭാഗം മേധാവിയായ മസാഹർ ഹൊസൈനി മുതിർന്ന നേതാക്കളോടും സൈനിക കമാൻഡർമാരോടും സംഭവത്തിന്റെ ക്രമം വിശദീകരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വിവരണത്തിൽ മുസ്തഫ ഖമേനി പുറത്തുനിന്നും വീണ്ടും മുകളിലേക്ക് പോകുന്നതിനിടയിലാണ് മിസൈലുകൾ കെട്ടിടത്തിലേക്ക് പതിച്ചതെന്നും അതോടെ വലിയ നാശനഷ്ടം സംഭവിച്ചതെന്നും വ്യക്തമാക്കുന്നു. എന്തായാലും റിപ്പോർട്ടുകൾ അനുസരിച്ച് കുറഞ്ഞത് 3% മിസൈലുകൾ ഖമേനിയുടെ കൊട്ടാര സമുച്ചയത്തിൽ വിവിധ ഭാഗങ്ങളിലായി പതിച്ചതായാണ് പറയപ്പെടുന്നത്. അവയിൽ ഒന്ന് പരമോന്നത നേതാവ് താമസിച്ചിരുന്ന ഭാഗത്തും മറ്റൊന്ന് മുജബ്ദ ഖമേനി താമസിച്ചിരുന്ന മുകളിലത്തെ നിലയിലുമാണ് പതിച്ചത്. മറ്റൊരു മിസൈൽ അടുത്ത ബന്ധുവിന്റെ വസതിയിലും പതിച്ചിരുന്നു. ആക്രമണം അതീവ ശക്തമായിരുന്നുവെന്നും അതിന്റെ ആഘാതത്തിൽ നിരവധി കുടുംബാംഗങ്ങൾക്കും അടുത്തുള്ളവർക്കും ജീവൻ നഷ്ടപ്പെട്ടിരുന്നുവെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടപ്പെടുന്നു. ആക്രമണത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച് പുറത്തുവന്ന വിവരങ്ങൾ വളരെ ദാരുണമായ അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. ഇറാന്റെ സൈനിക ഘടനയുമായി ബന്ധപ്പെട്ട് ചില മുതിർന്ന വ്യക്തികളും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. ആക്രമണത്തിന്റെ ആഘാതം അത്രമേൽ ശക്തമായിരുന്നതിനാൽ ചിലരെ തിരിച്ചറിയാൻ പോലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാണ് ചോർന്ന വീഡിയോയിൽ പറയപ്പെടുന്നത്. എന്നിരുന്നാലും ഈ ദുരന്തത്തിനിടയിലും മുസ്തഫ ഖമേനി അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നാണ് റിപ്പോർട്ട്. അദ്ദേഹത്തിന്റെ കാലിന് ചെറിയ പരിക്ക് സംഭവിച്ചതായും ചില വിവരങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നീട് രാജ്യത്തെ ജനങ്ങളോട് സന്ദേശം നൽകുകയും സുരക്ഷാ സാഹചര്യങ്ങളെ കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഗൾഫ് മേഖലയിലെ സൈനിക സാഹചര്യങ്ങളെ കുറിച്ചും വിദേശ സൈനിക താവളങ്ങളെ കുറിച്ചും അദ്ദേഹം കടുത്ത മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിനിടെയാണ് മുസ്തഫ ഖമേനിയുടെ ആരോഗ്യ നിലയെക്കുറിച്ച് അന്താരാഷ്ട്ര തലത്തിൽ പല വിധത്തിലുള്ള അനുമാനങ്ങൾ പ്രചരിപ്പിച്ചത്. ചില വിദേശ നേതാക്കൾ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു എങ്കിലും ഇറാന്റെ ഔദ്യോഗിക വൃത്തങ്ങൾ അദ്ദേഹം സുഖമായിരിക്കുന്നു എന്ന കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും നേതൃത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാന്റെ ഭരണ സംവിധാനവും സുരക്ഷാ സംവിധാനങ്ങളും ഈ പ്രതിസന്ധികൾക്കിടയിലും ഉറച്ച നിലപാടോടെയാണ് പ്രവർത്തിക്കുന്നത്. ഇതിനിടയിൽ പുതുതായി പുറത്തുവന്ന മറ്റൊരു റിപ്പോർട്ടും അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയാവുകയാണ്. കുവൈറ്റിലെ പ്രശസ്ത മാധ്യമമായ ജാരിദയുടെ റിപ്പോർട്ട് പ്രകാരം ആക്രമണത്തിൽ പരിക്കേറ്റ മുസ്തഫ ഖമേനി കൂടുതൽ മികച്ച ചികിത്സാ സൗകര്യങ്ങൾക്കായി രഹസ്യമായ റഷ്യയിലേക്ക് പോയിരുന്നു. ഇക്കാര്യമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്.